ഇന്ന് ഞാൻ പല ഫേമസ് ബ്രാൻഡുകളുടെ അടുത്ത് ഫ്രീ പ്രോഡക്ട്സ് ചോദിക്കാൻ പോവാണ്. നോക്കാം ആരൊക്കെ നമുക്ക് തരുന്നു. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ആണുള്ളത്. നോക്കാം എങ്ങനെ കിട്ടിയെന്ന്. സ്ട്രാറ്റജി ടോപ്പ് 10 ബ്രാൻഡ്സിന് മെയിൽ ചെയ്തിട്ട് അവരോട് ഫ്രീ പ്രോഡക്ട്സ് ചോദിക്കുക എന്നുള്ളതാണ്. ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നമ്മൾ അയക്കാൻ പോകുന്നത് ആപ്പിളിനാണ്. യെസ്, അങ്ങനെ നമ്മുടെ ടിം കുക്ക് അണ്ണന് ആദ്യത്തെ മെയില് ദാ അയച്ചു. യെസ്, ഇനി സെക്കൻഡ് ആർക്ക് അയക്കണം? അടുത്ത ബ്രാൻഡാണ് ബോട്ട്. അയച്ചു നോക്കാം. സെക്കൻഡ് മെയിൽ കംപ്ലീറ്റ്. ബ്രാൻഡ് ഐ അപ്രോച്ച് സാംസങ്. യെസ്, 3 ബ്രാൻഡ്സിന് മെസ്സേജ് അയച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്തു. ഏറെക്കുറെ 4 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു. ഇതുവരെ അവരുടെ ഭാഗത്തു നിന്ന് റിപ്ലൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെക്കൻഡ് സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണ്. അതെ, ചെറിയ ബ്രാൻഡുകളും ചെറിയ പ്രൊഡക്ട്സും ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാം. ലെറ്റ്സ് ഗോ. ചെറിയ ഡ്രോപ്പ് ഷിപ്പിംഗ് ആയി ചെയ്യുന്ന ആൾക്കാർ, ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് അയക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഷൂസ്, ഇങ്ങനത്തെ ഒരുപാട് അറൗണ്ട് 30 പേർക്ക് നമ്മൾ കൊളാബറേഷനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ദെൻ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തു. എല്ലാവരും എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് റിജക്ഷൻസ് മാത്രമാണ് ഇത്ര നേരം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം ഇനി എന്ത് സംഭവിക്കുന്നു. അറ്റ്ലാസ്റ്റ് നമുക്ക് കൊളാബറേഷൻ കിട്ടി ഗായ്സ്, കിട്ടി. അതെ, ലിക്വിഡ് വാൾപേപ്പറും അതുപോലെ തന്നെ NFC കാർഡും 2 ബ്രാൻഡുകളാണ് നമുക്ക് കിട്ടിയത്. ഇറ്റ്സ് അറൗണ്ട് നല്ല പൈസയുടെ സംഭവമാണ്. പക്ഷെ അവർക്ക് നമ്മൾ സെറ്റാക്കി കൊടുക്കും. ഇതാണ് ലിക്വിഡ് വാൾപേപ്പർ. ഇതുപോലെയുള്ള ചുമരിനെ ഇതുപയോഗിച്ചിട്ട് ഇതുപോലെയാക്കാം. അതാണ് ഇതിൻ്റെ ഗുണം. ഇത് വാങ്ങാനും താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് യൂട്യൂബ് നമുക്ക് തന്ന പ്രൊഡക്റ്റ്. ഇതുപോലത്തെ ഒരു മഗ്ഗാണ് വിത്ത് യൂട്യൂബ് ബ്രാൻഡിങ് ഉണ്ട്. എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ +2 കഴിഞ്ഞ് ലാംഗ്വേജ് പഠിക്കാൻ കയറുന്ന സമയത്ത് അവിടുത്തെ ഒരു സജി സാറുണ്ട്. സജി സാറ് ഞങ്ങളുടെ അടുത്ത് ആള് നടത്തിയ ഒരു സ്പീച്ചിൽ ഒരു ചെറിയ കാര്യം പറയാനിടയായി. അത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ലൈഫിൽ ഒരാളും ഒരു സാധനവും ഒരാൾക്കും വെറുതെ കൊടുക്കില്ല, വെറുതെ തരില്ല. നമുക്ക് ഒരാളും വെറുതെ തരില്ല. ഇഫ് നമുക്ക് ഒരാൾ വെറുതെ എന്തെങ്കിലും തരണമെങ്കിൽ അതിൻ്റെ ബാക്കിൽ ശക്തമായിട്ടുള്ള എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അത്രയും അടുപ്പമുള്ളവരായിരിക്കണം, എന്നാലും ചാൻസ് കുറവാണ്. സോ നമ്മൾ ഒരാളിൽ നിന്നും ഒന്നും ഫ്രീ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. അന്ന് മുതൽ ഞാൻ ഫ്രീ എന്നുള്ള വാക്കങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ കൊളാബ്സ് ചോദിക്കാറുണ്ട്. അത് നമ്മൾ പണിയെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇത് കൊളാബ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് കൊടുത്തു. ഞാൻ പണിയെടുത്തിട്ടാണ് വാങ്ങിയത്. സോ യാ, താങ്ക്സ്. സോ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ഒരു ഗുഡ് മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്തത്.